ദി കോൺചറിങ് ഡയറക്റ്റഡ് ബൈ മൈക്കൽ മാത്രമല്ല വേറെയും 2-3 ഡയറക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എബവ് ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എബവ് ആവറേജ് എന്ന് പറയുമ്പോൾ ചോദിക്കും നിങ്ങൾ അപ്പോൾ പിന്നെ അന്യായ പടാവില്ലേ എന്ന്. അങ്ങനല്ല, എബവ് ആവറേജിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആവറേജിന് തൊട്ട് മേലെ മാത്രം നിൽക്കണ ഒരു അങ്ങനെ നിൽക്കുന്ന ഒരു മൂവിയാണ്. അതായത് അന്യായ പടാണെന്നുള്ള എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. ആകെ ഒരു കിടിലൻ സാധനമായിട്ട് നിന്നത് ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ക്ലൈമാക്സിൻ്റെ അടുക്കുമ്പോൾ കുറച്ച് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് അവരെടുത്ത് വെച്ച രീതി കേട്ടുവരുന്നു. അത് തിയേറ്ററിൽ കാണാൻ നല്ല രസമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം തന്നെ ആ ഒരു സീനില്ല, അതിനൊരു കുറച്ച് ടൈം ഒരു സിനിമയിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പ്യൂർലി ഒരു ആവറേജ് മൂവി ആയിട്ട് തോന്നുമായിരുന്നു കോൺജറിങ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ട്. ഇത് ഫൈനൽ പാർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും സിനിമയിലില്ല. ഒരു 3-4 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺജറിങ് ഞാൻ പറഞ്ഞു, കോൺജറിങ്ങിൻ്റെ ഇതിന് മുന്നത്തെ മൂവീസ് കാണാതെ നിങ്ങൾ ഈ ഒരു മൂവി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പക്ഷെ അതല്ല കോൺജറിങ്ങിൻ്റെ ഇതിന് മുന്നത്തെ മൂവീസ്. അതേപോലത്തെ ഈ യൂണിവേഴ്സിൽ 9ാമത്തെ 10ാമത്തെ മൂവി ആയിട്ടാണത്. അനാബെല്ലെ, നണ്ണ്, അതൊക്കെ ഈ നണ്ണ് 2 ഒക്കെ പ്രത്യേകിച്ച് ഇതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് എടുക്കുകയാണല്ലോ. അപ്പം അങ്ങനത്തെ മൂവീസൊക്കെ, നണ്ണ് 2 അല്ല നണ്ണ് 1ൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ മൂവീസൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയൊന്നും ഈ ഒരു മൂവി ഉള്ളതായിട്ട് തോന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കണ്ണാടി വെച്ചിട്ട് ഒരു കീട്ടിലും കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൽ അത് തുടക്കത്തിലൊക്കെ ഒരു ക്ലീശയാണ്, ഒരു ഓബ്വിയസ്ലി അങ്ങനെ ആവുമല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊരു സമയമുണ്ട് ഈ ഒരു സിനിമേൻ്റെ ഒരു അത് ക്ലൈമാക്സ് ആണ്. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഒരു സീന് വരുന്നൊന്നുമില്ല. ആ ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റ് ഉണ്ട് പടത്തിൽ. കിടിലൻ സാധനം, അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകും. പക്ഷെ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഏകദേശം 2 മണിക്കൂറിന് മേലെ ഉള്ളൊരു മൂവിയിൽ ഒരു 15-20 മിനിറ്റ് അതേ നേരത്തെ പറയും ഈ ഒരു ടൈമിൽ ഇവരിതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ പക്ക ഒരു ആവറേജോ ബിലോ ആവറേജ് മൂവി ആയിട്ട് തോന്നിയിരുന്നു. അതുവരെ സിനിമ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റിലും വലിയൊരു മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള തന്നെ ഇവരിങ്ങനെ ഒരു വീട്ടിലേക്ക് വരും, പിന്നെ ഓബ്വിയസ്ലി അത് അങ്ങനെ ആവുമല്ലോ. പിന്നെ ശരിക്കും നടന്നതാണ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എടുത്തിട്ടുള്ളത്. ഓബ്വിയസ്ലി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇതിൽ അവർ ആഡ് ചെയ്യും. ഇപ്പോഴും കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നു കോൺജറിങ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നടന്ന എല്ലാ സംഭവങ്ങളും ശരിക്കും നടന്നിട്ടുണ്ടെന്നാണ്. അതങ്ങനെയല്ല. ഇതിൽ കണ്ണാടിയൊക്കെ ഇങ്ങനെ കിടന്ന് തിരിയുണ്ട്, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഏകദേശം ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാവരും വിചാരിച്ച് ഒരു ഹൊറർ മൂവി ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു പ്ലോട്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ശരിക്കും നടന്നതായിട്ടുണ്ടാവുള്ളൂ. ഇല്ലാതെ ഏത് ക്യാരക്ടേഴ്സ് ശരിക്കുള്ള ക്യാരക്ടേഴ്സിനോട് ഇൻസ്പയർഡ് ആയിട്ട് വന്നതോ. ഇതിലൊക്കെ ഈ 2 ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ ഞാൻ പറഞ്ഞെന്നുള്ളൂ, ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് കിട്ടുകയാണ്, പക്ഷേ കാര്യങ്ങൾ അവർക്ക് കുറെ കൂടി സ്പീഡിൽ പറഞ്ഞു വരുന്നത്. അത് ഇവർ റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ്. ഈ പ്രായത്തിനെ പിടിക്കണ സംഭവം അല്ലെങ്കിൽ പ്രായത്തിൽ ഒഴിപ്പിക്കണ സംഭവം ഒന്നും ഇല്ലാതിരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങോട്ട് വരുന്നില്ല. അത് ഈ സ്റ്റോറി കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ ഒരു കുറേ ടൈം എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതിൽ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മളൊന്ന് എൻഗേജിങ് ആയി വരും, പിന്നെ പടം ഒന്ന് അടിക്ക് വരും, പിന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകും, പിന്നെ ഒന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വരും, പിന്നെ അടിക്ക് വരും. അങ്ങനെയാണ് സിനിമ പോണത്. അതാണ് ജസ്റ്റ് ഒരു എബവ് ആവറേജ് എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം. പിന്നെ എനിക്ക് ഈ 20 മിനിറ്റ്സ് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറയാം, എനിക്ക് ശരിക്കും പൈസ മുതലായത് 15 to 20 മിനിറ്റ്സിലായിരുന്നു. നിങ്ങൾക്ക് ഇനി അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള എനിക്കറിയാം. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമായുണ്ടാവും, ചിലപ്പോൾ അത് കൂടുതൽ വർക്ക് ആവാനുള്ള കാരണം. അപ്പോൾ ഓവറോൾ ജസ്റ്റ് ഒരു എബവ് ആവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് ഒക്കെ കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു ആസ് യൂഷ്വൽ. കോൺജറിങ്ങിൻ്റെ ഇതിന് മുന്നേ വരെ വന്നും പോയ എല്ലാ മൂവീസിലും മെയിൻ ആക്ടേഴ്സൊക്കെ ഒന്നാണ്, പക്ഷെ ഇതിലൊരു മോളൊക്കെ ആയിട്ട് ഒരു കിട്ടിലും ആക്ട്രസ് അഭിനയിച്ചിട്ടുണ്ട്. കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹൈപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ വെക്കാതെ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളതല്ല, എന്നാലും നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാവും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടും. ഇതിന് മുന്നേ കോൺജറിങ് മൂവീസ് ഒന്നും കാണാത്ത ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും. പക്ഷെ അല്ലാതെ നിങ്ങൾ കോൺജറിങ്ങിന് ഇതിന് മുന്നത്തെ മൂവീസൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എബവ് ആവറേജ് മൂവി ആയിട്ട് തോന്നുള്ളൂ. പിന്നെ അതല്ല, കോൺജറിങ്ങിൻ്റെ 4ാമത്തെ മൂവിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാഞ്ചൈസിൽ 9ാമത്തെ 10ാമത്തെ മൂവിയാണ്. കോൺജറിങ് മൂവി ഉണ്ടല്ലോ, കോൺജറിങ് മൂവിയിൽ 4എണ്ണത്തിൽ 4th റാങ്കാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ സിനിമ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ആൻഡ് ടോക്സ് സൈനിങ് ഔട്ട്.